ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. കുറത്തി തെയ്യത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കുറത്തി തെയ്യത്തിൽ ഒരുപാട് വൈവിധ്യതകളുണ്ട്. ഏതാണ്ട് 18ഓളം കുറത്തി തെയ്യങ്ങളുണ്ടത്രേ. പുള്ളിക്കുറത്തി, കുഞ്ഞാർ കുറത്തി, തെക്കൻ കുറത്തി, മാരണക്കുറത്തി, ഇങ്ങനെ കുറത്തി തെയ്യം കെട്ടുന്ന സമുദായങ്ങളിലും വ്യത്യസ്തതകളുണ്ട്. മലയ സമുദായം, പുലയ സമുദായം, വേല സമുദായം, മാവില സമുദായം, ഇങ്ങനെ വ്യത്യസ്ത സമുദായങ്ങൾ കുറത്തി തെയ്യം കെട്ടിയാടി വരുന്നുണ്ട്. പാർവതി സങ്കല്പത്തിലാണ് കുറത്തിയെ കെട്ടിയാടിക്കുന്നത്. എന്നാൽ പുലയ സമുദായത്തിൻ്റെ തെയ്യാട്ടത്തിൽ വളരെ വ്യത്യസ്തമായ സങ്കല്പ വൈവിധ്യത നമുക്ക് കാണാൻ കഴിയും. മഹാഭാരതത്തിലെ നിഴൽക്കുത്ത് കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചടങ്ങുകളും അതുപോലെ തന്നെ അവതരണവുമാണ് പുലയർ നിർവഹിച്ചു വരുന്നത്. വനവാസകാലത്ത് പാണ്ഡവർ നിഴൽക്കുത്തേറ്റ് ബോധരഹിതരായി കിടന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നത് കുറത്തിയാണല്ലോ. അതീവ രഹസ്യമായി കഠിനമായ മാന്ത്രിക കർമ്മങ്ങളിലൂടെയാണ് കുറത്തി പാണ്ഡവരെ രക്ഷിച്ചെടുക്കുന്നത്. നിഴൽക്കുത്തുപാട്ടിൽ ഇത് സവിസ്തരം വിവരിക്കുന്നുണ്ട്. ഇതിനെ ആശ്രയിച്ചാണ് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയാണ് പുലയ സമുദായം കുറത്തി തെയ്യം കെട്ടിയാടി വരുന്നത്. എന്നാൽ മലയ സമുദായം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ്, തികച്ചും കാർഷിക ദേവതയായിട്ടാണ്, ഉർവര ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നതും കെട്ടിയാടിക്കുന്നതുമെല്ലാം. കൃഷിയുടെ രക്ഷയ്ക്ക് വേണ്ടിയും കാർഷിക പുരോഗതിക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു ദേവതയാണ്, ഒരു മൂർത്തിയാണ് കുറത്തി. നെൽകൃഷിക്കായാലും മറ്റേത് കൃഷിക്കായാലും അതിനെ നശിപ്പിക്കുന്ന ചാഴികളും കീടങ്ങളും ഒട്ടനവധിയാണ്. പഴയ കാലത്താണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ കടുത്ത കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ലല്ലോ. ഇന്നാണെങ്കിൽ പ്രാണികളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വയലിൻ്റെ അടുത്ത പ്രദേശത്ത് കൊണ്ട് വരാതിരിക്കാൻ മാത്രമുള്ള ഒരുപാട് വളരെ കടുത്ത കീടനാശിനികളുണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെല്ലാം രോഗിയായി മാറുന്നത്. എന്നാൽ പഴയ കാലത്ത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കീടനാശിനികൾ തന്നെയാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാനുള്ള മറ്റു ശ്രമങ്ങളും കൂടി അവർ ഇതിൻ്റെ കൂടെ നടത്തിയിട്ടുണ്ടെന്ന് പറയാം. അതിനു വേണ്ടി തന്നെ പലവിധ മാന്ത്രിക ക്രിയകൾ, മാന്ത്രിക കർമ്മങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ലളിത മന്ത്രവാദം എന്ന നിലയിൽ ഭസ്മമന്ത്ര ചൂതലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇഷ്ടം പോലെ ഇല കത്തിച്ച് വെണ്ണീറുണ്ടാക്കിയിട്ട് ആ വെണ്ണീറായിരുന്നു ശരിക്കും വയലിൽ കൊണ്ട് പാറ്റിയിരുന്നത്. നമുക്കറിയാം, വെണ്ണീർ പാറ്റുമ്പോൾ തന്നെ കീടങ്ങൾ ഒരു പരിധി വരെ നമുക്കതിൽ നിന്ന് അകറ്റാൻ കഴിയുമല്ലോ. അപ്പോൾ ശാസ്ത്രീയമായും തന്നെയാണ് അവർ ഇത്തരം ചാഴികളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെ വിളവിനെ കാക്കാനുള്ള, രക്ഷിക്കാനുള്ള ദേവത എന്ന നിലയിലാണ് കുറത്തിയും തെയ്യത്തിൻ്റെ അരങ്ങിൽ നിലകൊള്ളുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും, മരിയും പൂവെറിഞ്ഞ് കുറത്തി ഉറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുറത്തിക്ക് ആടാനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് മുറം. കുറത്തിയുടെ കയ്യിലൊരു കത്തി ഉണ്ടാവും, മറ്റേ കയ്യിൽ ചൂലുണ്ടാവും. അതേപോലെ തന്നെ മുറവും എടുത്തുകൊണ്ട് നെല്ലൊക്കെ വിതയ്ക്കുന്നത്, അതുപോലെ തന്നെ ചാഴികളെ ഓടിക്കുന്നത്, അത് കഴിഞ്ഞാൽ നെല്ല് കൊയ്യുന്നത്, അത് മതിച്ചെടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകൾ തന്നെയാണ് തെയ്യക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് കൃഷി, എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് ചാഴികളെ ഓടിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് തെയ്യത്തിൻ്റെ ആട്ടം രൂപപ്പെടുത്തിയിരിക്കുന്നത്. കുറത്തി തെയ്യത്തിന് പാലന നൽകുന്നതും ഈ മുറത്തിൽ തന്നെയാണ്. വളരെ ലളിതമായ വേഷവിധാനങ്ങളും ചെറിയൊരു മുടിയും മാത്രമാണ് കുറത്തിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീയുടെ വേഷഭൂഷാദികൾ തന്നെ. അണിയലങ്ങളുടെ ഭാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തെയ്യക്കളത്തിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാനും അതുപോലെ ചടങ്ങുകളൊക്കെ വൃത്തിയായി നിർവഹിക്കാനൊക്കെ ധാരാളം സാധ്യതകളുള്ള ഒരു തെയ്യാണ് കുറത്തി. അരയിൽ പട്ടുടുപ്പിന് മേലെ കുരുത്തോല ഒലി അണിഞ്ഞിട്ടുണ്ട്. എന്നാൽ മേലുടുപ്പൊന്നും കാണാനില്ല. പിച്ചള കൊണ്ടുള്ള മുലക്കൂട്ടങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ ചിരട്ട കൊണ്ടുള്ള മുലക്കൂട്ടങ്ങളാണ് ധരിച്ചു കാണുന്നത്. ഇങ്ങനെ പ്രാദേശികമായ ഒട്ടനവധി വ്യത്യാസങ്ങൾ കുറത്തിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ കൃഷിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു പ്രാചീന ജനത എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കുറത്തി തെയ്യം. കൃഷിക്ക് വേണ്ടി, കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഒരു ദേവത തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയാണ് ഓരോ തെയ്യക്കോലങ്ങളും രൂപപ്പെട്ടത്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. പൗരാണികരുടെ ഇത്തരം കാഴ്ചപ്പാടുകൾ നമ്മളും മാതൃകയാക്കേണ്ടതാണ്. ഭക്ഷണം ഏത് ജീവിയെയും സംബന്ധിച്ചിടത്തോളം സുപ്രധാന ഘടകമായിരിക്കെ കൃഷിക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ വളർച്ചയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. കൃഷിയുടെയും കർഷകരുടെയും പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറത്തിത്തെയ്യം അരങ്ങ് തകർത്താടട്ടെ. കുറത്തിയെക്കുറിച്ചുള്ള
മറ്റ് തെയ്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അഭിപ്രായങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക. അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത്. ഒരിക്കൽ കൂടി നന്ദി.